ഇന്നൊരു ഷോപ്പിംഗ് വ്ളോഗാണ്. ഇന്ന് ഫ്രൈഡേ ആണ്. ഞങ്ങൾ നാട്ടിൽ പോവാൻ ഷോപ്പിംഗ് ചെയ്യുകയാണ്. വെൽക്കം ബാക്ക് ടു ലൈഫ് വിത്ത് ആഷു. ഞാൻ ആഷു ആണേ. ഞങ്ങൾ ആദ്യം പോകുന്നത് ബഹ്റിനിലെ വലിയ സിറ്റി സെൻറ്ററിലേക്കാണ്. കാറ് പാർക്കിംഗ് ലെവൽ 4 പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് നമ്മൾ താഴേക്ക് ഇറങ്ങുകയാണ്. ഷോപ്പിംഗ് മാളുകളെല്ലാം കുറച്ച് താഴെയാണ്. അപ്പോൾ നമ്മൾ നേരെ താഴേക്ക് ഇറങ്ങുക. സിറ്റി സെൻറ്ററിൻ്റെ എൻട്രൻസിൽ തന്നെ കുറേ ടോട്ട് ബാഗ്സ് ഇതുപോലെ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. നല്ല രസമാണ് കാണാൻ. അപ്പോൾ നമ്മൾ അവിടുന്ന് ഷോപ്പിംഗ് ഏരിയയിലേക്ക് കടന്നു. എല്ലാ ബ്രാൻഡഡ് സ്റ്റോറുകളും അതുപോലെ തന്നെ നോൺ ബ്രാൻഡഡ് സ്റ്റോറുകളും എല്ലാമായിട്ട് വളരെ വലിയ ഒരു സിറ്റി സെൻറ്ററാണ് ബഹ്റൈനിലുള്ളത്. ഈ ഒരു സിറ്റി സെൻറ്റർ മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു, വേറൊന്നും ഞാൻ കണ്ടില്ല ഇതുവരെ. പക്ഷേ ലാസ്റ്റ് ടൈം വന്നപ്പോഴും ഞങ്ങളിവിടെ തന്നെ ഷോപ്പിങ്ങിന് വന്നായിരുന്നു. ലാസ്റ്റ് ടൈം ഒരു വലിയ ഷോപ്പിംഗ് ചെയ്തതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഞങ്ങൾ അത്ര വലിയ ഷോപ്പിംഗ് ഒന്നും ചെയ്യാൻ പ്ലാനില്ല. വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഞങ്ങൾക്ക് വാങ്ങിക്കാൻ പ്ലാനുള്ളൂ. കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഷോപ്പിംഗ് ആണ് ഇത്തവണത്തെ പ്ലാൻ. അപ്പോൾ നമ്മൾ ആദ്യം കയറുന്നത് സെൻട്രൽ പോയിന്റിലേക്ക്. സെൻട്രൽ പോയിൻ്റ് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഷോപ്പിൽ നിന്ന് തന്നെ നമുക്ക് ഒരു ഫാമിലിക്ക് ആവശ്യമായിട്ടുള്ള ഒരുമാതിരി എല്ലാ സാധനങ്ങളും കിട്ടും. മെറ്റേണിറ്റി വെയേഴ്സ് മുതൽ കിഡ്സ് വെയർ മുതൽ ഷൂസ് ഉണ്ട്, അതുപോലുള്ള മറ്റെല്ലാ ഐറ്റംസും നമുക്ക് ആ ഒരു സെൻട്രൽ പോയിൻ്റ് എന്ന് പറയുന്ന ആ ഒരു ഷോപ്പിൽ നിന്ന് തന്നെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ്സ് ആണ് നമുക്ക് അവിടെ കിട്ടുന്നത്. അപ്പോൾ ഈ ഷോപ്പിനകത്തൂടെയുള്ള ഒരു വ്യൂ ആണ് ഇപ്പം ഞാൻ കാണിക്കുന്നത്. എല്ലാ ടൈപ്പ് ഓഫ് ഏത് ഏജിലുള്ളവർക്കും ഏത് കാറ്റഗറിയിലുള്ളവർക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സാധനങ്ങൾ, ആക്സസറീസ് ആയിട്ടാണെങ്കിലും പെർഫ്യൂംസ്, ബാഗ്സ്, ഷൂസ്, ചപ്പൽസ്, ഡ്രസ്സസ്, ഇന്നർ വെയേഴ്സ്, അങ്ങനെ എല്ലാ ടൈപ്പ് സാധനങ്ങളും, പിന്നെ ബേബീസിന് ആവശ്യമായിട്ടുള്ള തൊട്ടിലുകൾ ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും തന്നെ ഈ ഒരു ഷോപ്പിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് സെൻട്രൽ പോയിൻറ്റിൻ്റെ ഒരു പ്രത്യേകത. എനിക്ക് വിൻഡോ ഷോപ്പിംഗ് ഒത്തിരി ഇഷ്ടമാണ്. നിങ്ങൾക്കിഷ്ടമാണോ? അപ്പോൾ അങ്ങനെ വിൻഡോ ഷോപ്പിങ്ങിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇതിലെല്ലാം കറങ്ങി നടന്ന് ഒരുമാതിരിപ്പെട്ട ഐറ്റംസ് എല്ലാം ഞങ്ങൾ നോക്കി. പലതും എടുക്കാൻ തോന്നിയെങ്കിലും ഞങ്ങളെ തന്നെ കൺട്രോൾ ചെയ്ത് അതൊന്നും എടുത്തില്ല. വളരെ അത്യാവശ്യം വാങ്ങണമെന്ന് മസ്റ്റായിട്ട് പ്ലാൻ ചെയ്ത് വന്ന സാധനങ്ങൾ മാത്രമേ ഞങ്ങൾ ഇവിടുന്ന് വാങ്ങിയിട്ടുള്ളൂ. അതായത് ഞാൻ പറഞ്ഞ തൊട്ടിലുകളൊക്കെ ഇതൊക്കെയാണ്. ക്രിബുകൾ നല്ല രസമാണ്. ഇതെല്ലാം നല്ല ക്വാളിറ്റി ഉള്ളതുമാണ്, നല്ല ഭംഗിയുള്ളതുമാണ്. കുട്ടികൾക്ക് നല്ല കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഫീഡിങ് വെയേഴ്സ് ആണെങ്കിലും അങ്ങനെ എല്ലാ ടൈപ്പും ഉണ്ട്. ഇന്നർ വെയേഴ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ഷോപ്പിംഗ് കഴിഞ്ഞതാ സെൻട്രൽ പോയിൻറ്റിൻ്റെ കവറുമായിട്ട്, ഒരു ചെറിയ കവറുമായിട്ട് നമ്മൾ ഇറങ്ങുകയാണ്. അടുത്തത് നമ്മൾ ഷോപ്പിങ്ങിന് വേണ്ടി അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. എന്ത് രസാലേ ഇവിടുത്തെ ഷോപ്സൊക്കെ കാണാൻ. നല്ല ഭംഗിയുണ്ടല്ലേ. എവിടെ ചെന്നാലും തുള്ളിക്കളിച്ച് ആശുമോളിതാ ഇങ്ങനെ നടക്കും എല്ലാ കോറിഡോഴ്സിൽ കൂടിയും ഒക്കെ. നമ്മളുടെ നെക്സ്റ്റ് ഷോപ്പിംഗ് ലുലു മാളിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ലുലു മാളിനകത്ത് കൂടി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ വാങ്ങുന്നുള്ളൂ എന്ന് വളരെ ദൃഢനിശ്ചയം എടുത്തുകൊണ്ട് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത് കൊണ്ട് കൂടുതലും പർച്ചേസ് ചെയ്തത് ആശുമോൾക്ക് ബാക്ക് ടു സ്കൂളിന് ആവശ്യമായ സാധനങ്ങളൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് പർച്ചേസ് ചെയ്തത്. കുറച്ച് സാധനങ്ങളെല്ലാം നമ്മൾ എല്ലാ വർഷവും ഇവിടെ നിന്നൊക്കെ തന്നെയാണ് പർച്ചേസ് ചെയ്യാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടിയുള്ള സാധനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് പോയത്. പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ അവിടെ ഇവിടെ ഓരോന്ന് കാണുന്നൊക്കെ വേണമെന്ന് ആശുമോളൊന്ന് നിർബന്ധം പിടിച്ച് നോക്കിയെങ്കിലും ഞങ്ങൾ വളരെ സ്ട്രിക്റ്റായിട്ട് അതൊന്നും മേടിക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങനെ ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങിച്ചില്ല. എന്നാലും കുറച്ച് ഹെയർ ആക്സസറീസ് വാങ്ങിച്ചു. അതൊക്കെ കുറച്ച് ക്വാളിറ്റിയുള്ള ഐറ്റംസ് ആയതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു. പിന്നെ ടിഫിൻ ബോക്സ്, വാട്ടർ ബോട്ടിൽ, അങ്ങനെ ലഞ്ച് ബാഗ്, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഞങ്ങൾ ആശുവിന് ബാക്ക് ടു സ്കൂളിന് ആവശ്യമായ സാധനങ്ങളെല്ലാം ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ഷോപ്പിംഗ് ഒക്കെ എനിക്കിഷ്ടമാണ്, പക്ഷേ എനിക്ക് ഇവിടെ നിന്ന് തിരിച്ചു പോകാൻ വരുന്നില്ല. നാട്ടിൽ പോകാൻ തോന്നണില്ല? ഓ, പക്ഷെ നമുക്ക് സ്കൂളിൽ പോകണ്ടേ? അപ്പം എന്ത് ചെയ്യും? അറിയൂലേ? സ്കൂളിൽ പോകണമെങ്കിൽ നാട്ടിൽ പോകണം. അപ്പം നാട്ടിൽ പോവാം അല്ലേ? പക്ഷെ പോവാൻ തോന്നുന്നില്ല അമ്മ. അപ്പോൾ ലുലുവിലെ ഷോപ്പിങ്ങും കൂടെ കഴിഞ്ഞ് ഓൾമോസ്റ്റ് നമ്മുടെ ലാസ്റ്റ് മിനിറ്റ് ഷോപ്പിങ്ങുകളെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. അവിടെ ഒരു റോക്കറ്റ് പോയതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഇവിടെ പലയിടങ്ങളിലായിട്ട് ഇവരുടെ ഫ്ലാഗ് ഇങ്ങനെ പറന്ന് കളിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ എന്താ പറയുക, നമ്മൾ കുറച്ച് സാഡാണ്.
തിരിച്ച് നാട്ടിലേക്ക് പോകുന്നതിൻ്റെ ഒരു വിഷമം നമുക്കുണ്ട്. ഇതിവിടുത്തെ വേൾഡ് ട്രേഡ് സെൻ്ററാണ് കേട്ടോ. അതിൻ്റെ നടുക്ക് കറങ്ങുന്ന അതൊരു വിൻഡ് മില്ലാണ്, കാറ്റിൻ്റെ ശക്തിയിൽ തന്നെ കറങ്ങുന്ന ആ ഒരു ഇതാണ്. ആ ഡബിൾ ബിൽഡിംഗ് ആണ്, ആ ഡബിൾ ബിൽഡിങ്ങിനെയാണ് വേൾഡ് ട്രേഡ് സെൻറ്റർ ആണെന്ന് പറയുന്നത് ഇവിടുത്തെ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും